Hello, dear students, and today we are going to discuss the fourth unit of the CBSE Grade 9 English, Kaveri, right? So, ഇന്ന് നമ്മൾ നാലാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. The chapter name is Vitamin M. So, the title, when I teach you the title, നിങ്ങൾക്കൊരു confusion ഉണ്ട്. Vitamin or vitamin. You can pronounce both. Vitamin is actually British pronunciation, vitamin, American pronunciation. Hope it is clear. Right? Okay. So if it is clear for you, you can raise your digital hand. Okay. You can just find the digital hand from there so that I can understand that you understood. Vitamin, very good. Very good. Good job. And so, what is vitamin M? We are going to learn it about. Before that, let us discuss these questions. നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. So caring for the elderly. Why should we care for the elderly? Why should we care for the elderly, the old people? Why should we uh, care the elderly? Because of they weak. Very good. So you said it the right answer. Good job. And can you see the screen? Yes. And see, let us discuss. They have spent their lives caring for us. They have spent their life for നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, റൈറ്റ്? They carry wisdom, experience and love. It is our moral and social responsibility to return their care and ensure their dignity in olden age. അവർ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ്. And what are the problems faced by the elderly? Main problem is memory problem, right? Can you see the answer in the Yes. screen? Can you see the answer in the screen? Yes. Failing memory, weak eyesight and hearing, physical weakness, loneliness, dependence on others for daily needs, health issues, ഇതൊക്കെ ഉണ്ടാവും. സോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ് നാട്ടിൽ നടക്കുന്നത്? അവരെ നേരെ അനാഥ മന്ദിരത്തിൽ, ഓൾഡ് ഏജ് ഹോംസിൽ അവരെ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പ്രായമാകുമ്പോൾ വെൻ ദേ ആർ ഗോയിങ് ടു ബി ഓൾഡ്, വി ഹാവ് ടു സപ്പോർട്ട് ദം. ബിക്കോസ് അവരുടെ മെമ്മറി ലോസ് ഉണ്ടാവും. അവർ പല സാധനങ്ങളും അവിടെ വെച്ച് ഇവിടെ വെച്ചൊക്കെ മറക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ വിട്ടുപോകും. ആൻഡ് ഓൾസോ ദേ നീഡ് യുവർ സപ്പോർട്ട് വെൻ ദേ വോണ്ട് ടു ഗോ ടു ദ ടോയ്ലറ്റ്, വാഷ്റൂം. യു സപ്പോസ് ടു സപ്പോർട്ട്, റൈറ്റ്? Do you I think, have you ever experienced such kind of situation? Just you helped your grandmother something? Can you just tell? I am not, but my mother helped. Very good, very good. So, what could be the possible reason for the problems? Obviously, old age causing natural physical and mental decline. So, when we become old, automatically our immunity, നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷി കുറയും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ എനർജി, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരും, റൈറ്റ്? അതുപോലെ തന്നെ ആ, മറ്റൊരു പ്രശ്നമാണ് ഈ ന്യൂക്ലിയർ ഫാമിലി യൂഷ്വലി അവരെ സെൻഡ് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോംസിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുട്ടികളെല്ലാവരും ചിൽഡ്രൻ ബീയിങ് ബിസി വിത്ത് വർക്ക് ആൻഡ് ദെയർ ഓൺ ലൈഫ്. സോ അതുകൊണ്ട് ദേ വിൽ ബി ഓൾഡ് പീപ്പിൾ, അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഒന്നും കിട്ടില്ല. ഓക്കെ. പിന്നെ ഹൗ ക്യാൻ വി ടേക്ക് കെയർ ഓഫ് ദ എൽഡർലി? അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ക്വാളിറ്റി ടൈമാണ്. നമുക്ക് അവരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു സമയം നമ്മൾ കണ്ടെത്തുക. ദാറ്റ് ഈസ് വി കോൾ ക്വാളിറ്റി ടൈം. ആൻഡ് ഹെൽപ്പ് വിത്ത് മെഡിസിൻ ആൻഡ് ഡോക്ടേഴ്സ് വിസിറ്റ്. പ്രോപ്പർ മെഡിസിനും ഡോക്ടർ വിസിറ്റും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. പിന്നെ അവരുടെ കഥകളും അവരുടെ കൂടെ നിൽക്കാനും നമ്മൾ പഠിക്കണം. മേക്ക് ദം ഫീൽ ലവ്ഡ്. അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന്, അവരെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കണം. റെസ്പെക്ട് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഐ ഹോപ്പ് യു ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്? അപ്പോൾ Yes. ഇതിൽ ഫിൽ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. യു മേ ചെക്ക് യുവർ ആൻസേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിക്ഷണറി. സോ ഡിക്ഷണറി ഇപ്പോൾ യു ഡോണ്ട് ഹാവ് എനിവേ. ഈ ഒരു 6 വാക്ക്, ന്യൂ വേർഡ്സ് ആർ ദർ, 6 വേർഡ്സ് ആർ ദർ. ഈ 6 വേർഡ്സിൽ നിനക്ക് ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയോ? അറിയുമെങ്കിൽ യെസ് എന്ന് പറയാം. ഒന്ന് നോക്കൂ, ക്വിക്ക്. ഏതെങ്കിലും
ഇത് അറിയുമെങ്കിൽ നോട്ട് ഹേർഡ് ദിസ് വേർഡ്, ഫോർബിഡ്, നോട്ട് ഹേർഡ്, ഉണ്ടോ? ഇതുപോലെ ചെയ്യാം. എന്തായാലും ഐ വിൽ ജസ്റ്റ് ചെക്ക് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ ജസ്റ്റ് Sir, ചെക്ക് ദ. I didn't know type of words. സോ നമുക്ക് ഇതിന്റെ വാക്കൊന്ന് യാ വി വിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ഫ്രെയിലിറ്റി, ഫ്രെയിൽ എന്ന് പറഞ്ഞ അർത്ഥം വീക്ക് ആൻഡ് ഡെലിക്കേറ്റ് ഇൻ ബോഡിയാണ്. വളരെ പെട്ടെന്ന് തകർന്നു പോകുന്ന രീതിയിലുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ബോഡി, ഫ്രെയിൽ. ഓക്കെ, അതുപോലെ ഷഡർ എന്ന് പറഞ്ഞാൽ ട്രംബിൾഡ് വിത്ത് ഫിയർ ഓർ ഡിസ്ഗസ്റ്റ്. ജസ്റ്റ് ഓ മൈ ഗോഷ്, ട്രംബിൾഡ് വിത്ത് ഫിയർ ഓർ ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ്, നമ്മള് വെറുപ്പുണ്ടല്ലോ, വെറുപ്പ്, അതാണ് കേട്ടോ. പോക്കി എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് ക്രാംഡ്, ചെറുത്, ക്രാമ്പ്, ചെറിയ പീസ് കേട്ടോ. Okay. ഫോർബിഡ്, ടു ഒഫീഷ്യലി നോട്ട് അലൗ സംതിങ്, ദാറ്റ് ഫോർബിഡൻ ഫ്രൂട്ട്. യുനോ ആദം ആൻഡ് അവ സ്റ്റോറിയിൽ പറയുന്നില്ലേ, ഫോർബിഡൻ ഫ്രൂട്ട് ആപ്പിൾ, അതാണ്. പിന്നെ വിലക്കപ്പെട്ട, വിലക്കപ്പെട്ട, ഫോർബിഡ് എന്ന് പറഞ്ഞാൽ വിലക്കുക. ഓക്കെ, Okay. വെരി ഗുഡ്. ഓക്കെ, ദെൻ പോട്ടറിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് അബൌട്ട് സ്ലോലി, ഡൂയിങ് സ്മോൾ ടാസ്ക്. ആൻഡ് വിൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഷോഡ് എ സ്ലൈറ്റ് എക്സ്പ്രഷൻ ഓഫ് പെയിൻ ഓർ എംബാരസ്മെന്റ്, ഒരു ചെറിയ വേദന, ഷോയിങ് എൻ എംബാരസ്മെന്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, Okay. തിങ്ക് ഓഫ് തേർഡ് ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം, നമുക്ക് അധികം അതിലേക്ക് പോകുന്നില്ല. തിങ്ക് ഓഫ് എ ട്രഡീഷൻ, സ്റ്റോറി ഓർ റെസിപ്പി പാസ് ഡൗൺ ബൈ ഗ്രാൻഡ് പാരൻസ് ഓർ എൻ എൽഡർലി റിലേറ്റീവ് ഇൻ യുവർ ഫാമിലി. നിങ്ങൾ ഏതെങ്കിലും ഒരു കഥ, ഒരു ട്രഡീഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് നിങ്ങൾക്ക് പറഞ്ഞ ഒരു റെസിപ്പി, ഫുഡ്, എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് റെസിപ്പിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് ആ കാര്യം? ഹൗ ഡസ് ഇറ്റ് കണക്ട് യു ടു യുവർ ഗ്രോയിങ് അപ്പ്, ഹൗ ഡസ് ഇറ്റ് കണക്ട് യു ടു യുവർ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ്? ആ കഥ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? ആ കഥ നിങ്ങളിൽ എത്രത്തോളം ആം, അത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി? ഫോർ എക്സാമ്പിൾ, മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ടെൽ മീ സ്റ്റോറീസ് ഓൺ Mahabharata, Ramayana. So the moral values of those stories really helped me to become a good person. You understand? Like that. You understood, Yes. right? Yeah, like, yeah. Now, we are going to directly, we are going to the lesson. Shall we? Yeah, Okay. okay. Yes. Yeah, okay. So, vitamin M, അതാണ് ഇതിന്റെ ലെസൺ. അപ്പോൾ ഞാൻ തന്നെ വായിച്ചു പോകാൻ കാരണം പെട്ടെന്ന്, ഇത് വളരെ സിമ്പിൾ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ലെസൺ. ഐ വിഷ്, സെഡ് രവീസ് മദർ, hurriedly putting some green, red, and orange tablets on a saucer. I wish, when she was doing something, hurriedly, പെട്ടെന്ന് അവരെന്താണ് കുറച്ച് വിവിധ നിറത്തിലുള്ള പച്ചയും ചുവപ്പും ഓറഞ്ച് നിറത്തിലുള്ള ടാബ്ലറ്റ്സ്, മെഡിസിൻസ് ഒരു സോസറിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ദാറ്റ് സംബഡി വുഡ് ഇൻവെന്റ് എ മെമ്മറി വിറ്റാമിൻ എം. ആരെങ്കിലും ഒരാള് ഒരു മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ, വിറ്റാമിൻ എം എന്ന് പറയുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിച്ചെങ്കിൽ ദേ കുഡ് കോൾ ഇറ്റ് വിറ്റാമിൻ എം, ആ പേര് വിളിക്കാം തന്നെ. ആൻഡ് വി കുഡ് ഗിവ് ഇറ്റ് ടു ഓൾഡ് പീപ്പിൾ ടു ഹെൽപ്പ് ദം ഇംപ്രൂവ് ദെയർ മെമ്മറി. അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ ഓൾഡ് പീപ്പിളിന്റെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കൊടുക്കാമായിരുന്നു. ഗോട്ട് ഇറ്റ്? ഇസ് ഇറ്റ് ക്ലിയർ? Yes. അപ്പൊ രവി പറയാണ്, ഗ്രാൻഡ്പാ വിൽ ഹിയർ യു, സെഡ് രവി. ഏയ്, ഗ്രാൻഡ്പ കേൾക്കും, അങ്ങനെ പറയല്ലേ. Pointing to the frail old figure sitting in the rocking chair, holding the newspaper, inches from his nose to read it. ഓ, ആ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ആ പിക്ചർ കേട്ടോ, കണ്ടല്ലേ? Okay. ഗ്രാൻഡ്പ ആക്ച്വലി, സോറി, രവി ഗ്രാൻഡ്പയെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, പോയിന്റിങ് ടു ദ ഫ്രെയിൽ, അതായത് തീരെ വീക്ക് ആയിട്ടുള്ള ആ ഫ്രെയിൽ ബോഡി, ഓൾഡ് ഫിഗർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ന്യൂസ് പേപ്പർ മൂക്കിന്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. What do you mean that the grandfather cannot see properly, right? അപ്പൊ മദർ വിൽ സേ, ഡോണ്ട് വറി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഡൗട്ട് വെദർ grandpa can hear me. He doesn't hear too well or see too well or even remember too well Okay. these days. Don't worry. You know, grandfather cannot hear me, cannot listen,
cannot hear what I say. He doesn't hear too well. He doesn't see too well or even remember too well these days. ഈ ദിവസങ്ങളിൽ ഗ്രാൻഡ് പാക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റില്ല, അതുപോലെ തന്നെ കേൾക്കാനും പറ്റില്ല, പിന്നെ മെമ്മറി ലോസും ഉണ്ട്. Okay, I'm glad that Yes. I'm glad that your holidays have started from today. ഓ, ഞാൻ വളരെ സന്തോഷവാനാ. അമ്മ പറയാണ്, രവീന്റെ അമ്മ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നിന്റെ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തല്ലോ. സമാധാനം. എന്തായിരിക്കും കാരണം? എനി ഗസ്? Okay. Um, Why Ravi's mother become very happy when Ravi's school closed? he don't take any work, right? She doesn't like to do any work. Any other option? Other option, he cook for him. For Ravi, right? Okay, we'll see. We'll see. Yeah. As you said, let's see. Now you know grandpa is there. So he doesn't see, he doesn't hear, even he doesn't remember anything. His memory also problem. So Ravi's mother, the real, I will tell you, Ravi's mother means Ravi's mother's father is here sitting, you know. So they are Okay. very like lazy, I would say. So now you can look after him. That is the reason. Look after means what? അവരെ കെയർ ചെയ്യുക, ശ്രദ്ധിക്കണം. ലുക്ക് ആഫ്റ്റർ ഫ്രേസൽ വെർബ് ആണ്, ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബ് ആണ് ലുക്ക് ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇനി Okay. സ്കൂളില്ലാത്തതുകൊണ്ട് നിനക്ക് പിന്നെ ഗ്രാൻഡ് പയെ നോക്കാമല്ലോ. ലാസ്റ്റ് മന്ത് വാസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കഴിഞ്ഞ മാസം ഉണ്ടല്ലോ. ഷി സ്റ്റോപ്ഡ് ആൻഡ് ഷഡേർഡ് അറ്റ് ദ മെമ്മറി. ആ കഴിഞ്ഞ മാസത്തെ ഓർമ്മ, അത് കഴിഞ്ഞ മാസത്തെ കാര്യം ഓർക്കുമ്പോഴേ just she like showing like this. Oh my God. Shuddered means what? We discussed here, no? Shuddered means Yeah. what? Shuddered എന്ന് പറഞ്ഞാല് That. trembled with fear or disgust. Oh, trembled with fear or just disgust, വെറുപ്പ്. ഓ, കഴിഞ്ഞ മാസം പറയണ്ട. എന്താണ് സംഭവം ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം കേട്ടോ. It was, Yes. yeah, it was only last month that Ravi's grandpa had come to live with them because he was getting too old to live on his own. ഓക്കെ, ആൻഡ് ആദ്യമായിട്ട് കഴിഞ്ഞ മാസമാണ് രവിയുടെ ഗ്രാൻഡ്പ രവിയുടെ വീട്ടിലേക്ക് വന്നത്. അതിന് കാരണം ഇദ്ദേഹത്തിന് ഗ്രാൻഡ്പാക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. കാരണം മെഡിസിൻ കഴിക്കണം, അതുപോലെ തന്നെ കാഴ്ചയില്ല, മെമ്മറി കുറവ്, അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ പ്രയാസമല്ലേ. അതുകൊണ്ട് it had been a difficult month with grandpa having to be admitted to the hospital because his he absent-mindedly took a double dose of his medicines and then gave them several anxious moments when he got lost on one occasion. He went for a walk and forgot the way back home. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത സമയത്തേ ഗ്രാൻഡ്പ എന്ത് ചെയ്തെന്നറിയോ? ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഒരു മെമ്മറി ഓർമ്മയില്ലാതെ ഒരു ഗുളിക കുടിക്കുന്ന പകരം 2 ഗുളിക കുടിച്ചിട്ട് ആകെ പ്രശ്നമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആൻഡ് ദാറ്റ് റിയലി ഗേവ് ദം സെവറൽ ആങ്ഷ്യസ് മൊമെന്റ്. ബേജാറായിട്ടുള്ള, ഭയങ്കര ടെൻഷനായിട്ടുള്ള കുറെ മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ചു. രവിയുടെ അമ്മ പറയാണ്, അതായത് ഈ ഗ്രാൻഡ് പായുടെ മകള് ഒക്കെ പറയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. വൺ ഡേ ഹി വെന്റ് ഫോർ എ വാക്ക്, ഒരു നടത്തത്തിന് ഇറങ്ങിയതാണ്. ആൻഡ് ഹി forgot ഹിസ് വേ, തിരിച്ചു വരാനുള്ള വഴി മറന്നുപോയി. അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇതൊരു ചോദ്യമായിരിക്കും ഫോർ ദ എക്സാമിനേഷൻ. വൈ ഡിഡ് രവീസ് പാരൻസ് ബ്രോട്ട് their Ravi's grandpa to their home എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം you can tell, right? Yeah. Coming exam, right? I will tell. Yeah. So shall we go for the next paragraph? Oh, sure. Very good. So grandpa had got very upset when his daughter, Ravi's mother, insisted that he shouldn't go out alone again.
ആൻഡ് ഗ്രാൻഡ് പാ പൊതുവെ പ്രായമുള്ള ആളുകൾ എന്താണ്, ഒന്നും കേൾക്കില്ല, പറഞ്ഞത് കേൾക്കില്ല, ചെറിയ കുട്ടികളെ പോലെയാണ്. ഇപ്പോൾ രവിയുടെ മദർ പറഞ്ഞു, ഇനി ഒറ്റയ്ക്ക് പോകരുത് എങ്ങോട്ടും. അത് കേട്ടപ്പോൾ ഗ്രാൻഡ് പാക്ക് ഭയങ്കര അപ്സെറ്റായി, ഒരു ഇഷ്ടമായില്ല. ആൻഡ് രവീസ് മദർ ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു, ദാറ്റ് ഹി ഷുഡിൻ ഗോ ഔട്ട് അലോൺ. അത് കേട്ടപ്പോൾ ഭയങ്കര അപ്സെറ്റായി. I will have you know, Vidya, my dear, he had told his daughter with a trace of the firmness that he had been a natural part of his job as a lawyer, that I have been looking after myself for the better part of my 75 years. I will have you know, Vidya, my dear, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം വിദ്യ. He had told his daughter with a trace of the firmness, വളരെ ഉറച്ച തീരുമാനത്തിൽ പറഞ്ഞു, that had been a natural part of his job as a lawyer, that I have been looking after myself for the better part of my 75 years. ഞാൻ 75 വയസ്സ്, വർഷം ഞാൻ എന്നെ തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. ഞാനൊരു ലോയർ ആയിരുന്നു, എനിക്കറിയാം എന്നെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. സോ യു ഡോണ്ട് ടീച്ച് മീ, യു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഗ്രാൻഡ് പാരൻസ് പൊതുവെ അങ്ങനെ, അറിയാലോ, യു നോ റൈറ്റ്. Yeah. After your mother died 10 years ago, I took over her duties as well and have been cooking, shopping and keeping house too. നിനക്കറിയോ, നിന്റെ അമ്മ, അതായത് പിന്നെ ഗ്രാൻഡ് പ ഈ ഇതിൽ പ്രായമുള്ള ഓൾഡ് മനുഷ്യൻ പറയാണ്, വൃദ്ധൻ പറയുകയാണ്, നമ്മുടെ ആരുടെ അമ്മ, രവീസ് മദറിനോട് പറയണേ, നിന്റെ അമ്മ മരിച്ചിട്ട് Okay. ആഫ്റ്റർ യുവർ മദർ ഡൈഡ് 10 years, 10 വർഷം മുമ്പ് നിന്റെ അമ്മ മരിച്ചില്ലേ, അതിനുശേഷം, അതായത് രവിയുടെ അമ്മയുടെ അമ്മ, ഓക്കെ, Okay. നിന്റെ അമ്മ മരിച്ചപ്പോൾ ഞാനാണ്, ഐ ടുക്ക് ഓവർ ഹർ ഡ്യൂട്ടീസ്, ഞാൻ അവരുടെ ഡ്യൂട്ടി മുഴുവൻ ചെയ്തു. കുക്ക് ചെയ്യുകയും ഷോപ്പ് ചെയ്യുകയും ഹൗസ് ക്ലീൻ ചെയ്യുകയും എല്ലാം ഞാൻ തന്നെ ചെയ്തത്, എനിക്കെല്ലാം അറിയാം. ഫസ്റ്റ് യു ഫോഴ്സ് മീ ടു കം Okay. ആൻഡ് ലിവ് വിത്ത് യു. നീ എന്നോട് പറഞ്ഞു, എന്നെ നിർബന്ധിച്ച് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു, ആൻഡ് ലിവ് വിത്ത് യു ഇൻ ദിസ് പോക്കി ലിറ്റിൽ ഫ്ലാറ്റ്, ഈ ചെറിയ ഫ്ലാറ്റിലേക്ക് എന്നെ വിളിച്ചു. അപ്പൊ ഇതിനർത്ഥം എന്താണ്, പോക്കി ലിറ്റിൽ ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വലിയ വീടുണ്ടാവില്ല, ഒരു സൗകര്യം ഉണ്ടാവും, ചെറിയ 2 റൂം ഉണ്ടാവും, അപ്പൊ നിങ്ങളൊക്കെ താമസിക്കുന്ന പോലെ അല്ലേ? Yeah, yeah. ഹൗ മെനി Like റൂം? a room. യാ Small യാ room. യാ സോ എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ടു ലിവ് ദെയർ, ഹി സെഡ്, in this horrible crowded city, and then you think you have the right to forbid me to go out on my own. അതുപോലെ തന്നെ പറയാണ്, ഈ ഒരു പൊതുവേ, ലൈക്ക് വി ഹാവ് ദ സ്മോൾ ഫ്ലാറ്റ്സ് ഇൻ സിറ്റീസ് ലൈക്ക് ചെന്നൈ, കൊച്ചി, എക്സെട്ര, നോട്ട് ഇൻ പുളിക്കൽ, യുവർ പ്ലേസ്, ഓക്കെ. സോ ഐ ഡോണ്ട് Yeah. ലൈക്ക്, ദിസ് ഇസ് വെരി ക്രൗഡഡ് സിറ്റി, then you think you have the right to forbid me. പിന്നെ നീ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഡു യു ഹാവ് ദ റൈറ്റ് ടു ഫോർബിഡ്, എന്നോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള റൈറ്റ് നിനക്കുണ്ടോ? ടു ഗോ ഔട്ട് ഓൺ മൈ ഓൺ എന്ന് പറയും. Okay. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക്. അപ്പൊ ദിസ് പാരഗ്രാഫിന്റെ സമ്മപ്പ് ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. അതായത് ഗ്രാൻഡ് പ, നമ്മുടെ രവിയുടെ അമ്മ അച്ഛനോട് പറയുകയാണ്, ഇനി നിങ്ങൾ പുറത്ത് പോയാൽ ഒറ്റയ്ക്ക് പുറത്ത് പോകരുത് എന്ന് പറയുന്നു. അപ്പം അത് കേട്ടപ്പോൾ രവിയുടെ രവിയുടെ അമ്മയുടെ അച്ഛന് ഭയങ്കര, ഗ്രാൻഡ് പാക്ക് ദേഷ്യം വന്നു, ഭയങ്കര അപ്സെറ്റായി. എന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ അമ്മ 10 വർഷം മുമ്പ് നിന്റെ അമ്മ മരിച്ചതിന് ശേഷം വീട്ടുജോലി മുഴുവൻ ചെയ്തത് ഞാനല്ലേ, എല്ലാ കാര്യം എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്നുള്ളത്, ഷോപ്പിങ്ങും കുക്കിങ്ങും എല്ലാം അറിയാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ചെറിയ ഫ്ലാറ്റിൽ, ഈ നഗരത്തിലെ തിരക്കിനിടയിൽ ചെറിയ ഫ്ലാറ്റിൽ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും എനിക്ക് പുറത്തിറങ്ങണം, ഈ ചെറിയ റൂമിനുള്ളിൽ ഞാൻ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്, എനിക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. നിനക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള, ഫോർബിഡ് ചെയ്യാനുള്ള ഒരു അവകാശവും നിനക്കില്ല. ഐ എം യുവർ ഫാദർ എന്ന് പറഞ്ഞു. ഓക്കെ, Okay. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഗ്രാൻഡ്പ hated the noise and bustle of city life, and when they were on their own, he often spoke longingly of his small brick house in town. സോ ഞാൻ പറഞ്ഞ പോലെ ഗ്രാൻഡ്പ റിയലി ഹെയ്റ്റഡ് ദ സിറ്റി ലൈഫ്.
Bustle, very busy activity. എപ്പോഴും വണ്ടി full of vehicles sound, right? Yeah, Yeah. very, Sir, very. what is the meaning of lonely? I'm saying that. I'm saying that. Okay. Very good. Very good. Good question. So bustle means busy activity, right? And when they were on their own, Yeah. he often spoke longingly. Longingly means ആഗ്രഹത്തോടു കൂടി, with a great desire, okay? ഒരുപാട് ആഗ്രഹിക്കുന്ന എപ്പോഴും പറയും തന്റെ പഴയ വീട്, എ സ്മോൾ ബ്രിക്ക് ഹൗസ് ഇൻ ടൗൺ, ഓഫ് എ സ്മോൾ ബ്രിക്ക് ഹൗസ് ഇൻ ടൗൺ, സച്ച് എ വണ്ടർഫുൾ പ്ലേസ്. സിറ്റിയിലല്ല, ടൗണിൽ, അങ്ങ് ടൗണിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്, ബ്രിക്ക് ഹൗസ് ഉണ്ട്. സച്ച് എ വണ്ടർഫുൾ പ്ലേസ് വിത്ത് ദാറ്റ് ബിഗ് മാംഗോ ട്രീ ഇൻ ദ ഗാർഡൻ. അവിടെ ഒരു ഗാർഡനിൽ ഒരു വലിയ മാംഗോ ട്രീ ഉണ്ട്. ഇറ്റ് ഈസ് സോ ക്വയറ്റ് ദാറ്റ് അറ്റ് ഡെസ്ക് യു ക്യാൻ ഈവൻ ഹിയർ എ ലീഫ് ഫോൾ. അത് മാത്രമല്ല, ഭയങ്കര നിശബ്ദതയാണ് അവിടെ. ഇറ്റ്സ് സോ ക്വയറ്റ് ദാറ്റ് അറ്റ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഡോൺ That. ആൻഡ് ഡെസ്ക്. ഡോൺ എന്ന് പറഞ്ഞാൽ മോർണിംഗ്, ഡെസ്ക് ഈവനിങ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, നിനക്ക് യു ക്യാൻ Okay. അണ്ടർലൈൻ. ഡെസ്ക് മീൻസ് ഈവനിങ്, ഓക്കെ? വൈകുന്നേരങ്ങളിലെ ഇല വീഴുന്നത് പോലും നിനക്ക് കേൾക്കാൻ പറ്റും. സച്ച് എ ബ്യൂട്ടിഫുൾ സൈലൻസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. അണ്ടർസ്റ്റാൻഡ്? Where, where Yes. where it was? Where it was? Can you tell me? Dusk. Dusk No. and down Where was this place? The quiet and beautiful place. in village. What? Where actually? The grandpa was longing for what? Longing for Uh, his village to ah, ah, stay. Very good. Longing to that brick house, right? Very good. Very good. Yeah. Yeah, he loved that house. Adane, adane. But then grandpa had slipped and fallen in the garden late one evening while he was pottering around and laying outside all night because there was no one at home to help him. Oh my God. But then, grandpa, ഒരു ദിവസം grandpa had slipped and fallen in the garden late one evening. ഒരു വൈകുന്നേരം, ഒരു ലേറ്റ് ആയിട്ടുള്ള ഒരു വൈകുന്നേരത്ത് ഗ്രാൻഡ്പ ഗാർഡനിൽ ഇങ്ങനെ നടക്കുന്ന സമയത്തെ he had slipped and fallen. He had slipped and fallen. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അവിടെ വീണ് പോയി, സ്ലിപ്പ് ചെയ്തിട്ട് Okay. സ്ലിപ്പായി വീണ് പോയി. ആൻഡ് വൈൽ ഹി വാസ് പോട്ടറിങ്. എന്താണ് പോട്ടറിങ് മീൻസ്? പോട്ടറിങ് എന്ന് പറഞ്ഞാൽ മൂവിങ് അബൌട്ട് സ്ലോലി, ഡൂയിങ് സം ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. പോട്ടറിങ് മീൻസ് വാക്കിംഗ് സ്ലോലി ആൻഡ് ഡൂയിങ് സം, ലൈക്ക് നമ്മളൊരു ഗാർഡനിൽ ഇങ്ങനെ നടന്നൊരു റിലാക്സ്ഡ് ഓരോ കാര്യങ്ങൾ ചെയ്യല്ലോ, അതാണ് Uh, പോട്ടറിങ്. ഓക്കെ, പോട്ടറിങ് വാക്കിംഗ്. ആ സമയത്ത് വൈൽ ഹി വാസ് പോട്ടറിങ്, ഇങ്ങനെ പോട്ടറിങ് നടക്കുകയായിരുന്നു, ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട്, around and laying outside all night because there was no one at home to help him up. അങ്ങനെ വീണപ്പോ ആ സമയത്ത് എന്ത് ചെയ്യില്ല, ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. വൈ? ബിക്കോസ് ഹിസ് there is not. നോ വൺ. യാ, ആക്ച്വലി Yeah. ഹിസ് വൈഫ് she had passed away 10 years ago, right? So that's why. That's why. And that was a month ago, and it made Ravi's mother lock up the tiny brick house and bring grandpa to live with them. Now the reason is very clear. ആ കാരണത്താൽ ഒരു മാസം മുമ്പ് രവിയുടെ മദർ, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ മകൾ, ആ വീട്, ആ ചെറിയ വീട്, ബ്രിക്ക് ഹൗസ് പൂട്ടി അച്ഛനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വെരി നൈസ്. ഇതുവരെ സോ ഫാർ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, റൈറ്റ്? Yeah, yeah. It's Yeah. very beautiful. Yeah. I love the grandpa. I love. Then something will happen. I think vitamin M, the title is, let's see. I'm going to next paragraph, okay? Whatever Yes. happens to Ravi, whatever happens, എന്തൊക്കെ സംഭവിച്ചാലും, രവി, യു ആർ നോട്ട് ടു ലെറ്റ് ഗ്രാൻഡ് പ ഗോ ഔട്ട് ഓൺ ഹിസ് ഓൺ. നിന്റെ ഉത്തരവാദിത്തമാണ് ഗ്രാൻഡ് പയെ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് കേട്ടോ. ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്, ഷീ ഇൻസ്ട്രക്റ്റഡ്. രവിയോട് പറഞ്ഞു. ഇപ്പൊ രവിക്ക് സ്കൂളില്ലല്ലോ, അത് രവി എനിക്ക് തോന്നുന്നു Okay. എനിക്ക് തോന്നുന്നു രവിയുടെ അമ്മ പുറത്ത് പോവാണ്. ഈ പിക്ചർ കണ്ടില്ലേ?
എന്തൊക്കെ continue. സംഭവിച്ചാലും ഗ്രാൻഡ്പയെ പുറത്ത് വിടരുത്. ഒറ്റയ്ക്ക് വിടരുത് എന്ന് Yes. പറഞ്ഞു. ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് വളരെ അപകടമാണ്. ഷീ ഇൻസ്ട്രക്റ്റഡ് ആഡിങ് ഡീറ്റെയിൽസ് ഓഫ് മെഡിസിൻസ് ടു ബി ഗിവൻ ടു ഗ്രാൻഡ്പ ആഫ്റ്റർ ലഞ്ച്. ഭക്ഷണത്തിന് ശേഷം, അതായത് ലഞ്ചിന് ശേഷം കൊടുക്കേണ്ട മരുന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ടേണിംഗ് ടു ഹർ ഫാദർ, Okay. ഷീ സെഡ്, ഐ ആം ഓഫ് ടു വർക്ക്. ഓ, ഷീ ഈസ് ഗോയിങ് ടു എ ജോബ്. ഞാൻ പോവുകയാണ്. ഐ ആം ഓഫ്. ഞാൻ പോവുകയാണ്. ഐ ആം ഓഫ് ടു. ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ് ഓഫ് ടു. ഐ ആം ഓഫ് ടു വർക്ക് പാപ്പ. ഐ ആം ഓഫ് ടു വർക്ക് പാപ്പ. രവി വിൽ ബി ഹിയർ ടു ലുക്ക് ആഫ്റ്റർ യു. രവി ഉണ്ടാവും ഇവിടെ നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. ലുക്ക് ആഫ്റ്റർ, ഓക്കെ, കെയർ ചെയ്യാം. ഹിസ് ഹോളിഡേസ് ഹാവ് ബിഗൺ Okay. ഫ്രം ടുഡേ. അവന്റെ ഹോളിഡേ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ പിക്ചർ ഹിയർ. Okay. ആൻഡ് രവി winced, showed an expression of embarrassment at the over loud tone his mother used when speaking to grandpa. അതായത് അമ്മ ആ, ഈ മകളെ അച്ഛനോട് പറയണം ഉച്ചത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോകരുത് കേട്ടോ. ഇറങ്ങി പോയാണ്ടല്ലോ ഒരു സ്വഭാവം മാറും. യു അണ്ടർസ്റ്റാൻഡ്? Yeah, yeah, yeah. അത് കണ്ടപ്പോ രവിയുടെ ഭയങ്കര ഷോക്കായി പോയി. രവിക്ക് ഷോഡ് ആൻ എക്സ്പ്രഷൻ എംബാരസ്മെന്റ്. എന്താണ് അമ്മ ഇങ്ങനെ കാണിക്കുന്നത്? At the over loud tone his mother when speaking to grandpa, as though she were speaking to a child who couldn't hear or understand too well. Okay, എങ്ങനെ സംസാരിച്ചത്? Yes. ആസ് ദോ എന്ന് പറഞ്ഞ എന്ന പോലെ അവൾ സംസാരിച്ചത് എങ്ങനെ അറിയോ? ഒരു കുട്ടിയോട് ഹു കുഡിൻറ്റ് ഹിയർ ഓർ അണ്ടർസ്റ്റാൻഡ് ടു വെൽ. ഒരു കുട്ടിക്ക് കേൾക്കാൻ പറ്റാത്തൊരു കുട്ടിയോടും ഒന്നും മനസ്സിലാവാത്തൊരു കുട്ടിയോട് സംസാരിക്കുന്ന പോലെയാണ് ഉച്ചത്തിൽ സംസാരിച്ചത്. Grandpa Okay. continued to rock gently and gave no sign that he had heard her at all. ഗ്രാൻഡ്പ Yes. സമാധാനം ജെന്റലി, വളരെ സ്ലോലി, ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഒരു സൈനും ഒരു ഇതും കാണിക്കാതെ ചെയറിൽ അങ്ങനെ ഇരുന്നു. Okay. ഒന്നും കേൾക്കാത്ത മട്ടിൽ അങ്ങനെ ഇരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? Yeah, yeah. ഇനി രവി പറയണേ, ഡോൺ വറി മമ്മ, പേടിക്കണ്ട മമ്മ. രവി പ്രോമിസ്ഡ്, ലുക്കിംഗ് അറ്റ് ഹിസ് മദേഴ്സ് ആങ്ഷ്യസ് ഫേസ്. മദർ ഭയങ്കര ബേജാറിലാട്ടോ, ആങ്ഷ്യസ് ആണ്, ബേജാറ്, നമ്മളെ പച്ച മലയാളം. ഹി ഫെൽറ്റ് സോറി. Okay. He felt sorry for her. You go to work. Grandpa will be fine at home with me. ഉം. ആ, അതുപോലെ തന്നെ നമ്മളെ രവിക്കും അമ്മയോടൊരു ഒരു ഇത് തോന്നി, പാവം തോന്നി. ഓക്കെ, പാവം ജോലിക്ക് പോവാണ് എന്തായാലും. അപ്പം പറഞ്ഞു, ഞാനൊക്കെ നോക്കാം. യു ഗോ ടു വർക്ക്. നിങ്ങൾ വർക്കിന് പോയിക്കോളൂ, ഗ്രാൻഡ്പയെ ഞാൻ അടിപൊളിയായിട്ട് നോക്കാന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞു. shall we play chess or watch the cricket match on TV, grandpa? നമുക്കൊരു കാര്യം ചെയ്താലോ? Shall we play chess or watch cricket match on TV? Ravi asked after his mother left. അത് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ്പയോട് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ്പ played a great game of chess, very cool and cunning. And Ravi found that his own game had improved greatly ever since grandpa had come to live with them. Okay, ഗ്രാൻഡ്പ അടിപൊളിയാട്ടോ ചെസ്സിൽ. ഗ്രാൻഡ്പ പ്ലേഡ് എ ഗ്രേറ്റ് ഗെയിം ഓഫ് ചെസ്, വെരി കൂൾ ആൻഡ് കണ്ണിങ്, വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ Yes, he very talented, right? വെരി ടാലന്റഡ്. പക്ഷെ ഇത് പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് മെമ്മറി ഉള്ളത്. ആൻഡ് രവി ഫൗണ്ട് ദാറ്റ് ഹിസ് ഓൺ ഗെയിം ഹാഡ് ഇംപ്രൂവ്ഡ് ഗ്രേറ്റ്ലി എവർ സിൻസ് ഗ്രാൻഡ്പ ഹാഡ് കം ടു ലിവ് വിത്ത് ഹിം. ഗ്രാൻഡ്പ തന്റെ വീട്ടിൽ വന്നതിന് ശേഷം അവന്റെ രവിയുടെ ചെസ്സിൽ കുറച്ച് ഗെയിം കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ദാറ്റ്സ് ദ ഓപ്പണിംഗ് മൂവ് Karpov made when he played against the computer. He would tell Ravi as he moved a piece, or you are making the same mistake that Bobby Fischer made in his historic match against Spassky. So that's the opening move Karpov made when he played against the computer. So there may be a person. This dialogue is actually saying by the grandpa. Okay. He would tell Ravi as he Okay. moved a piece, or you are making the same mistake that Bobby Fischer made in his historic match against Spassky.
ബോബി ഫിഷറും സ്പാസ്കിയും ഒക്കെ ചെസ് ചാമ്പ്യൻസ് ആയിരിക്കണം. സോ ദേ മെയ്ഡ് ദ മിസ്റ്റേക്ക്, ദ സെയിം മിസ്റ്റേക്ക് യു ആർ ഡൂയിങ്. സോ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് പാക്ക് ചെസ്സിന്റെ ഇതിൽ നല്ല ഐഡിയ ഉള്ള ആളാണ്. എല്ലാ കളിക്കാരൊക്കെ അറിയാം. ഓക്കെ. Okay. How can he remember all those thousands of chess games and still forget the names of people he meets often? Ravi wondered. എങ്ങനെ എൻ്റെ ഗ്രാൻഡ് പ അതൊക്കെ മറന്നുപോയത്? How can he remember all those thousands of chess games and still forget the names of people he meets often? Ravi wondered. എങ്ങനെ എൻ്റെ ഗ്രാൻഡ് പാക്ക് ഇത്രയും thousands of ചെസ് ഗെയിംസ് നിനക്ക് ഡീറ്റെയിൽസ് അറിയാം, അതേപോലെ തന്നെ he forgets the people. Okay. So that is what Ravi wondered about it. You set out the chessboard. Okay. You set out the chessboard, said Grandpa. Putting his paper down, I will just walk across the corner shop to see if the Tamil newspaper has arrived. ഈ ഒരു കാര്യം ചെയ്യ്, ഒക്കെ റെഡിയാക്കി വെക്ക്, ചെസ് ബോർഡൊക്കെ റെഡിയാക്കി വെക്ക്. ഗ്രാൻഡ് പ പറഞ്ഞു. പേപ്പർ താഴെ വെച്ചിട്ട്, Okay. തന്റെ പേപ്പർ താഴെ വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ പേപ്പർ വായിക്കായിരുന്നല്ലോ, പേപ്പർ താഴെ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം, ഐ Uh, വിൽ ജസ്റ്റ് വാക്ക് അക്രോസ് ദ കോർണർ. ഞാൻ ആ കോർണറിൽ ഇങ്ങനെ നമ്മുടെ കടയുടെ ആ സൈഡിൽ ഒന്ന് പോയിട്ടേ ഒന്ന് പോയി വരാം. തമിഴ് ന്യൂസ് പേപ്പർ വന്നണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. ഏഹ്. okay. അപ്പൊ Yes. പാപ്പ യൂഷ്വലി ബൈസ് യു ദ തമിഴ് പേപ്പർ ഓൺ ഹിസ് വേ ഹോം, റൈറ്റ്? അച്ഛൻ വാങ്ങാറുണ്ടല്ലോ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ. ബട്ട് ഇഫ് യു വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഐ വിൽ ഗോ നൗ ആൻഡ് ബൈ ഇറ്റ് ഫോർ യു, രവി ഓഫേർഡ്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. പപ്പ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും. ബട്ട് വൈ യു ഷുഡ് ഗോ നൗ? ഇഫ് യു വാണ്ട് Okay. ഐ വിൽ ഫെച്ച് യു. ഞാൻ കൊണ്ടുവരാം. ഐ ഹോപ്പ് യു ആർ നോട്ട് ഗോയിങ് ടു ബി ആസ് ടയർസം ആസ് യുവർ മദർ, രവി, treating me like a baby. Has she told you not to let me go out on my own? Told you to keep me a prisoner here, had she? Grandpa looked suspicious at this thought. I hope you are not going to be as tiresome as your mother, Ravi. നീ ഇപ്പോ നിന്റെ അമ്മയെ പോലെ തന്നെ നീയും ആകുമോ? ഐ എം റിയലി സസ്പീസ്. നീ അമ്മ എങ്ങനെയാണോ ഒരു ടയർസം ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആയത്, അതുപോലെയാണോ നീയും? ട്രീറ്റിംഗ് മീ ലൈക്ക് എ ബേബി, നീ എന്നെ ഒരു ചെറിയ കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഹാസ് ഷി ടോൾഡ് യു നോട്ട് ടു ലെറ്റ് മീ ഗോ ഔട്ട് ഓൺ മൈ ഓൺ? അത് പറഞ്ഞോ നിന്നെ എങ്ങോട്ട് പുറത്തിറക്കരുതെന്ന്? അപ്പൊ അത് കേട്ടിട്ടില്ല കേട്ടോ, ഗ്രാൻഡ് പ കേട്ടിട്ടില്ല. ഇസിന്റ് ഇറ്റ്? Yes. ചോദിക്കുകയാണ്, ഹാസ് ഷി ടോൾഡ് യു നോട്ട് ടു ലെറ്റ് മീ ഗോ ഔട്ട് ഓൺ മൈ ഓൺ? എന്നെ ഒറ്റയ്ക്ക് പുറത്തു വിടരുതെന്ന് അവർ പറഞ്ഞോ? ടോൾഡ് യു ടു കീപ് മീ എ പ്രിസണർ ഹിയർ, ഹാസ് ഷി? നിന്നോട് പറഞ്ഞോ, ഒരു പ്രിസണറിനെ പോലെ, ഒരു ജയിലറെ പോലെ, ജയിലിൽ അടക്കപ്പെട്ട ഒരാളെ പോലെ എന്നെ നോക്കണമെന്ന് പറഞ്ഞോ നിന്നോട്? ഹാസ് ഷി പറഞ്ഞോ നിന്നോട്? Yes. Grandpa looked suspicious at this thought. വളരെ സസ്പീഷ്യസ് ആയിട്ട് തോന്നി ആ ഒരു കാര്യത്തിൽ. കാരണം രവി പറഞ്ഞല്ലോ, വേണ്ട, നിങ്ങൾക്ക് പേപ്പർ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ, പുറത്ത് പോകണ്ടെന്ന്. യു ഡോണ്ട് Uh, ഗോ നൗ. നിങ്ങളിപ്പോ പോവണ്ട. യു അണ്ടർസ്റ്റാൻഡ്? അത് കേട്ടപ്പോൾ ഗ്രാൻഡ് പാക്ക് സസ്പീഷ്യസ് ആയി. മദർ എന്തെങ്കിലും yeah. പറഞ്ഞിട്ടുണ്ടാവും. സോ വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ടുഡേ, റൈറ്റ്? Yes. രവി ഫെൽറ്റ് ഗിൽറ്റി ഫോർ എ മൊമെന്റ്. രവിക്കൊരു കുറ്റബോധം, ഗിൽറ്റി മീൻസ് കുറ്റബോധം, ഒരു തെറ്റ് എന്തോ ചെയ്ത പോലെ തോന്നി. Then quickly recovered to Okay. say loyally, of course not, Grandpa. അങ്ങനെ പറഞ്ഞിട്ടില്ല ഗ്രാൻഡ് പാ. മമ്മ വുഡ് നെവർ ട്രീറ്റ് യു ലൈക്ക് എ ബേബി ഓർ എ പ്രിസണർ. അമ്മ ഒരിക്കലും നിങ്ങളൊരു ബേബിയെ പോലെ അല്ലെങ്കിൽ ഒരു പ്രിസണറെ പോലെ ഒരിക്കലും ട്രീറ്റ് ചെയ്യില്ല. ഗുഡ്, സെഡ് ഗ്രാൻഡ് പാ ക്രാഫ്റ്റ്ലി. ഗുഡ്. ദെൻ യു വിൽ ഹാവ് നോ ഒബ്ജെക്ഷൻ ടു മൈ ഗോയിങ് ഔട്ട്, റൈറ്റ്? എന്നാൽ നിനക്ക്, രവിക്ക്, ഒരു ഒബ്ജെക്ഷൻ ഉണ്ടാവില്ല അല്ലേ ഞാൻ പുറത്തു പോകുന്നതിന്? He Uh, picked up his beautiful shiny black mahogany walking stick. മഹാഗണി ഒരു മരമാണ് കേട്ടോ, അറിയില്ലേ? അങ്ങനെ yes. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഷൈനി ബ്ലാക്ക് മഹാഗണി വാക്കിംഗ് സ്റ്റിക്ക് എടുത്തു. വിത്ത് എ ബ്രാസ് ഹാൻഡിൽ. അതിനൊരു മെറ്റൽ ബ്രാസ് ഹാൻഡിൽ ഉണ്ടായിരുന്നു, ആ ചിത്രം കാണുന്നത് പോലെ. Okay. ആൻഡ് ബ്രാസ് ഹാൻഡിൽ ക്രേവ്ഡ് ഇൻ എ ഷേപ്പ് ഓഫ് എൻ ഈഗിൾസ് ഹെഡ്. അടിപൊളി. ഒരു
പരുന്തിന്റെ തലയുള്ള ഷേപ്പാണ് കേട്ടോ അതിന്. Put on his bright yellow cap, നല്ല ഒരു യെല്ലോ ക്യാപ്പ് ഇട്ടു, and declared, I will be back home before you can set up the board, രവി. നീ ബോർഡ്, ചെസ് ബോർഡ് സെറ്റ് ചെയ്യൂ, അതിന് മുമ്പ് ഞാൻ അവിടെ എത്തും, സെറ്റ് റെഡി ആകുമ്പോൾ ഞാൻ അവിടെ എത്തും. ഓഫ് ഹി വെന്റ്, അവന് പോയിട്ടോ. ട്വിലിംഗ് ഹിസ് വാക്കിംഗ് സ്റ്റിക്ക് ജോണ്ടലി, അങ്ങനെ ട്വിലിംഗ്, ട്വിൽ എന്ന് പറഞ്ഞാൽ ട്വിലിംഗ് അങ്ങനെ കറക്ക എൻജോയ്, ലാ 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 ലാ, ലൈക്ക് ദാറ്റ്. ഓക്കെ. Okay. And his walking stick very jauntily, happily. Jauntily means happily and confidently, leaving Ravi in a Okay. dilemma. Dilemma എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിൽ, കൺഫ്യൂഷൻ. Dilemma means confusion. Okay. പക്ഷെ ആ പോക്ക് Yes. സത്യത്തിൽ ആർക്ക്, രവിക്ക് എന്ത് സംഭവിച്ചു? രവിക്ക് ആകെപ്പാടെ ഒരു ബേജാറ്, കൺഫ്യൂഷൻ. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡോണ്ട് അലൗ ഹിം ടു ഗോ ഔട്ട് അലോൺ, റൈറ്റ്? Yes. But his Right. grandfather would feel hurt if he insisted. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് സങ്കടമാവുമല്ലോ, ഞാൻ നിർബന്ധിച്ചാൽ പോകരുതെന്ന് പറഞ്ഞാൽ സങ്കടമാവില്ല എന്ന് വെച്ചിട്ട് പോയില്ല. ഓൺ അക്കമ്പനിങ് ഹിം ആൻഡ് ഹിസ് മദർ വുഡ് ബി ഫ്യൂരിയസ് ഇഫ് ഷീ ന്യൂ രവി ഹാഡ് ലെറ്റ് ഹിം ഗോ ഔട്ട് ഓൺ ഹിസ് ഓൺ. ഓക്കെ. ഓൺ അക്കമ്പനിങ് ഹിം ആൻഡ് ഹിസ് മദർ വുഡ് ബി വെരി ഫ്യൂരിയസ്. അത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ഇഫ് ഷീ ന്യൂ രവി ഹാഡ് ലെറ്റ് ഹിം ഗോ ഔട്ട് ഓൺ ഹിസ് ഓൺ. അതെങ്ങാനും കേട്ടു എന്ന് അവനെ ഗ്രാൻഡ് പയെ ഒറ്റയ്ക്ക് വിട്ടു എന്ന് കേട്ടാൽ വലിയ പ്രശ്നമാകും. ഓക്കെ. സോ ഹിയർ Okay. we are stopping today's session, and the part 2 session will continue the next class.